3 മണിക്ക് എഴുന്നേറ്റ് പോയി 4 മണി മുതൽ സിനിമ കണ്ടിട്ടും ഫേവറേറ്റ് ആക്ടറിന്റെ പടം അല്ലാഞ്ഞിട്ട് പോലും ഉറക്കവും ബോറിങ്ങും ഫീൽ ചെയ്യിക്കാതെ 3.5 മണിക്കൂർ പിടിച്ചിരുത്തിയ എന്റർടൈനറാണ് പേഴ്സണലി പുഷ്പ. അവസാന 15 മിനിറ്റ് ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കാം. എങ്കിൽ പോലും പ്യുവർ തിയേറ്റർ മെറ്റീരിയൽ എന്ന നിലയ്ക്കും ലോക്കൽ തെലുങ്ക് മാസ് പടം എന്ന നിലയ്ക്കും പൈസ വസൂൽ പടമാണ് എനിക്ക് പുഷ്പ. ഇത് പുഷ്പ 2 കണ്ടുവന്ന ഒരു പ്രേക്ഷകന്റെ പോസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പുഷ്പയുടെ 2ാം ഭാഗത്തിന്റെ പ്രദർശനം. വെളുപ്പിന് 4 മണി തൊട്ടുള്ള പ്രദർശനം കഴിഞ്ഞ പാടെ വൻ തോതിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു ചിത്രം നേരിടേണ്ടി വന്നത്. ഒരു ചിത്രം ഡീഗ്രേഡ് ചെയ്യുന്നതിന്റെ പീക്ക് ലെവലിലേക്കാണ് പുഷ്പ 2 കടന്നുപോയത്. എന്നാൽ ചിത്രത്തിന് വിമർശകർ മാത്രമല്ല ആസ്വാദകരും ഏറെയാണെന്ന് തെളിയിക്കുന്ന കുറച്ചു കമന്റുകളാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന കമന്റുകൾ ഇങ്ങനെ പോകുന്നു. അതെ, ആ പാസം സീൻ ഒഴിച്ചാൽ പടം ഹെവിയാണ്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നല്ല എഫക്റ്റ് കിട്ടി. ഇതിന് ഇത്രയും നെഗറ്റീവ് വന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. പടം ഒരു പക്ക തെലുങ്ക് സിനിമയാണ്. അടൂരിന്റെ സിനിമയും പ്രതീക്ഷിച്ചു പോയ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നെഗറ്റീവ് അടിക്കുന്നത്. ഒരു പക്ക മാസ് തെലുങ്ക് പടം ഇതിന് എന്തിനാണ് ഇത്രയും നെഗറ്റീവ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അല്ലുവിന്റെ സ്വാഗം, നല്ല പാട്ടും നല്ല ഫൈറ്റും നല്ല നല്ല സീൻസും ഒരുപാടുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചു പോയാൽ പടത്തിനൊരു കുറവും കാണില്ല. രാവിലെ ഉറക്കമൊഴിഞ്ഞ് 4 മണിയുടെ ഷോ കണ്ടാൽ ഏത് സൂപ്പർ ഹിറ്റ് പടവും മോശമായി തന്നെ തോന്നും. ഒരു സാധാരണ കാഴ്ചക്കാരനായി ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോകുകയാണെങ്കിൽ ഈ പടം നല്ല വർത്ത് ആയിരിക്കും. എന്നാൽ ഫസ്റ്റിനേക്കാൾ എനിക്ക് ഇഷ്ടം തോന്നിയത് സെക്കൻഡ് തന്നെയാണ്. ഇത്രയും നല്ലൊരു പടം ഇങ്ങനെ നെഗറ്റീവ് ആക്കുന്നത് എന്തുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെ എന്ന് പറയാം. സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞു പാട്ടാക്കുക. എല്ലാവർക്കും അങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയാണ് പോകുന്ന കമന്റുകൾ. ജേക്കബ് ഊരാളി എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് ഇവയൊക്കെയും. എന്ത് തന്നെയാണെങ്കിലും വൻ ഹിറ്റായി തന്നെ പോകുകയാണ് പുഷ്പ 2. അല്ല, രണ്ടുപേരും അസലായിട്ടുണ്ട്. അഭീതപ്പടി കണ്ടതാണ്. പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ടുകളും ഒക്കെ, പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസാണ് കേട്ടിട്ടുള്ളത്. ഭയങ്കര ആർപ്പുകളിയും ഒക്കെ. പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞത് രശ്മി പടം കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേട്ടനല്ല, രശ്മിയൊക്കെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. എല്ലാം ഭയങ്കര സുകുമാർ സാറിന്റെ ഡയറക്ഷനാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ഭയങ്കര അടിപൊളിയായിട്ട്. പുഷ്പ 3 ഉണ്ടോ? പുഷ്പ 3 അവർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്കും അത്രേ അറിയുള്ളൂ. ഇതിലൊന്നും കാണിച്ചില്ല. ഇല്ല, ഇതിൽ കാണിച്ചില്ല. നിങ്ങൾ പടം കാണും. അപ്പൊ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല. ഷോ കഴിഞ്ഞല്ലോ. കൊണ്ടുപോട്ടെ, നമ്മളെല്ലാം വർക്ക് ചെയ്ത പടമല്ലേ, കൊണ്ടുപോട്ടെ. ഹലോ, നമസ്കാരം. ഫുൾ വേഷത്തിലുണ്ടല്ലോ ഇവിടെ. പറ. എനിക്കറിയാതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടിക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. పుష్ప అంటే ఫ్లవర్ అనుకుంటానా? ఫ్లవర్ కాదు, వైల్డ్ ఫైర్. పుష్ప నేషనల్ అందుకని ఇంటర్నేషనల్ అస్సలు తగ్గేద్దన్న. പുഷ്പ ഒരു പേരാണെന്ന് കരുതിയോ? ഒരു ബ്രാൻഡാണ്. അടിപൊളി. പടം കണ്ടോ? കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.